Hey, what's up guys? Welcome back to another video. ഇന്നത്തെ വീഡിയോ ടോപ്പിക് ഒരു വണ്ടിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് യെസ്, ദാറ്റ് ഇസ് ദി എഞ്ചിൻ ഓയിൽ. ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, ഒരു ചെറിയ ഫണൽ, ഒരു ഓയിൽ ക്യാച്ച് ക്യാൻ, ഒരു പ്ലെയർ, പിന്നെ കുറച്ച് സോക്കറ്റും അതിൻ്റെ ഹാൻഡിലും. എഞ്ചിൻ ഓയിൽ എന്നത് പല ഗ്രേഡിലും പല വിസ്കോസിറ്റിയിലും അവൈലബിൾ ആണ്. നിങ്ങളുടെ എഞ്ചിന് സ്യൂട്ടബിളായ ഗ്രേഡും വിസ്കോസിറ്റിയും ഏതെന്നറിയാൻ ആദ്യം നിങ്ങളുടെ ഓണേഴ്സ് മാനുവൽ എടുക്കുക. അതിൽ റെക്കമെൻഡഡ് ലൂബ്രിക്കൻസ് എന്ന പേജ് എടുക്കുക. ആ പേജിൽ നിങ്ങളുടെ വണ്ടിക്ക് സ്യൂട്ടബിളായ ഗ്രേഡും വിസ്കോസിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേഡും വിസ്കോസിറ്റിയും നോക്കിയിട്ട് വേണം നമ്മളൊരു എഞ്ചിൻ ഓയിൽ പർച്ചേസ് ചെയ്യേണ്ടത്. ഒരു എഞ്ചിൻ ഓയിൽ ചേഞ്ചിൻ്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് എഞ്ചിനുള്ളിലിരിക്കുന്ന ഓൾഡ് ഓയിൽ ഡ്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായി ആദ്യം നമ്മുടെ വണ്ടിക്ക് എത്ര ഡ്രെയിൻ ബോൾസ് ഉണ്ടെന്ന് നോക്കുക. സാധാരണ വണ്ടികൾക്ക് ഒരു ഡ്രെയിൻ ബോൾട്ടേ കാണത്തുള്ളൂ, എന്നാൽ ചില വണ്ടികൾക്ക് ഒന്നിൽ കൂടുതൽ ഡ്രെയിൻ ബോൾട്ട് വരുന്നുണ്ട്. ഈ ക്ലാസിക് 350യുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിന് മൊത്തം 3 ഡ്രെയിൻ ബോൾട്ട്സ് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ആക്ച്വലി ഡ്രെയിൻ ബോൾട്ട് അല്ല, സക്ഷൻ ഫിൽറ്ററാണ്. ഇപ്പോൾ ഒരു ഡ്രെയിൻ ബോൾട്ട് മാത്രമുള്ളൊരു വണ്ടിയാണെങ്കിൽ ആ ഒരു ഡ്രെയിൻ ബോൾട്ട് അയക്കുമ്പോൾ തന്നെ നമുക്ക് എഞ്ചിനുള്ള ഓയിൽ ഫുൾ ഡ്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. ആദ്യമേ ഡ്രെയിൻ ബോൾട്ട് അയക്കണം. അതിനു മുമ്പേ നമുക്ക് ഈ ഡ്രെയിൻ ബോൾട്ട് ചുറ്റുമുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഡ്രെയിൻ ബോൾട്ടിന് താഴെ ഓയിൽ ക്യാച്ച് ക്യാൻ വെച്ച് കൊടുക്കാം. ആദ്യമേ നമുക്ക് സക്ഷൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് അഴിക്കാം. ഓയിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അത് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഡ്രെയിൻ പ്ലഗ് ഇളക്കുന്ന ടൈമിൽ ഓയിൽ തെറിച്ച് നമ്മുടെ സ്കിന്നിലും കണ്ണിലൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്ത് മാത്രമേ നമ്മൾ ഈ ഓയിൽ ഡ്രെയിനിങ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിലുമായിട്ട് നമ്മുടെ സ്കിൻ ഒരുപാട് നേരം കോൺടാക്ട് ചെയ്തിരുന്നാൽ അത് സ്കിൻ ഇറിറ്റേഷൻ മുതൽ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡ്രെയിൻ ബോൾട്ട് ഇളക്കുമ്പോൾ മാക്സിമം റിംഗ് സ്പാനർ അവോയ്ഡ് ചെയ്യണം. ഡ്രെയിൻ ബോൾട്ട് ഇളക്കാൻ ഏറ്റവും ബെസ്റ്റ് സോക്കറ്റ് തന്നെയാണ്. റിംഗ് സ്പാനർ യൂസ് ചെയ്തെന്ന് പറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, റിംഗ് സ്പാനർ യൂസ് ചെയ്യുമ്പോൾ ഈ ഡ്രെയിൻ ബോൾട്ടിൻ്റെ കോൺടാക്റ്റിംഗ് പോയിൻറ്റ് പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബോൾട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. ഇതാണ് സക്ഷൻ ഫിൽറ്റർ. ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് മൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ മെറ്റൽ പാർട്ടിക്കിൾസും മറ്റുമൊക്കെ എഞ്ചിനുള്ളിലേക്ക് കയറി എഞ്ചിൻ്റെ മറ്റു പല പാർട്സും ഡാമേജ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സക്ഷൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. സാധാരണ ഈ ഫിൽറ്ററിൽ ചെറിയ ചെറിയ മെറ്റൽ പാർട്ടിക്കിൾസ് കാണേണ്ടതാണ്. ഇത് ഞാനിപ്പോൾ കറക്റ്റ് ടൈമിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൽ വലുതായിട്ട് മെറ്റൽ പാർട്ടിക്കിൾസ് ഒന്നും കാണുന്നില്ല. ഇത് സക്ഷൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പാണ്. ഇതിൻ്റെ അറ്റത്തൊരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിൽ ഈ എഞ്ചിനകത്തുള്ള ചെറിയ ചെറിയ മെറ്റൽ തരികളും മറ്റുമൊക്കെ പറ്റി പിടിച്ചിരിക്കും. എല്ലാ ഓയിൽ ചേഞ്ചിലും ഇതെടുത്ത് ക്ലീൻ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മെറ്റൽ പാർട്ടിക്കിൾസ് നമ്മുടെ ഹൈഡ്രോളിക് ടാപ്പറ്റിനകത്ത് കയറി അടിഞ്ഞു കഴിഞ്ഞാൽ ടാപ്പറ്റ് ഡാമേജ് ആകും. ഈ ഹൈഡ്രോളിക് ടാപ്പറ്റ് എന്നത് സാധാ വണ്ടികൾക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ എൻഫീൽഡിൻ്റെ ഓയിൽ ചേഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ ടാപ്പറ്റിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത്. അടുത്തതായി നമുക്ക് പ്രൈമറി ഡ്രെയിൻ ബോൾട്ട് അയക്കാം. ഈ ഡ്രെയിൻ ബോൾട്ടിൽ മാഗ്നറ്റ് ഉണ്ട്. ഇതും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ഡ്രെയിൻ ബോൾട്ട് അഴിക്കാം. അപ്പോൾ ഓയിലൂടെ കിടന്ന് ഡ്രെയിൻ ആകട്ടെ, നമുക്കടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഈ 3 സ്ക്രൂ നമുക്ക് അഴിക്കണം. ഇവിടെയാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ.
ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പിനുള്ളിൽ ഒരു ഓറിങ് വരുന്നുണ്ട്. അതിന് വല്ല ക്രാക്കോ ഡാമേജോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം. കാരണം ഇത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഓയിൽ ലീക്ക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ. ഈ ഫിൽറ്ററിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായി 2 ഓറിങ്സ് ഉണ്ട്. അത് എല്ലാ ഓയിൽ ചേഞ്ചിലും റീപ്ലേസ് ചെയ്യണം. അത് നോർമലി നമ്മളൊരു ഫിൽറ്റർ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. ഈ ഫിൽറ്റർ ഹൗസിങ്ങിൻ്റെ അകത്ത് ഒരു ഓറിങ് നിങ്ങൾക്ക് കാണാം. അതാണ് രണ്ടാമത്തെ ഓറിങ്. അത് നമുക്ക് ഇളക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകം ഫുൾ ഒരു നല്ല തുണി കൊണ്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഹൗസിങ് ഫുൾ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നേരത്തെ അയച്ചു വെച്ച ഡ്രെയിൻ ബോൾസും മറ്റുമെല്ലാം ക്ലീൻ ചെയ്യാം. സക്ഷൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് മെറ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പെട്രോളും ഒരു ടൂത്ത് ബ്രഷും യൂസ് ചെയ്യാം. പക്ഷേ റീഫിറ്റ് ചെയ്യുമ്പോൾ പെട്രോൾ കംപ്ലീറ്റായി ഡ്രൈ ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ റീഫിറ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ സക്ഷൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പിനുള്ളിലുള്ള ഓറിങ്ങിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് പ്രൈമറി ഡ്രെയിൻ ബോൾട്ട് ക്ലീൻ ചെയ്യാം. പ്രൈമറി ഡ്രെയിൻ ബോൾട്ടിലും സെക്കൻഡറി ഡ്രെയിൻ ബോൾട്ടിലും ക്രഷ് വാഷേഴ്സ് വരുന്നുണ്ട്. അത് സാധാരണ എല്ലാ ഓയിൽ ചേഞ്ചിലും മാറണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ക്രാക്ക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡ്രെയിൻ ബോൾട്ടിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഡ്രെയിൻ ബോൾട്ടും സക്ഷൻ ഫിൽറ്ററും തിരിച്ച് റീഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ബോൾട്ട് സീറ്റാകുന്ന ഏരിയ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ബോൾട്ട് ഇടാം. ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബോൾട്ട് ഒരു മീഡിയം ടൈറ്റ് മാത്രമായാൽ മതി. ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. കുറച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ലീക്കോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇച്ചിരി ടൈറ്റ് ചെയ്യാം. അല്ലാതെ ഒരു സാധാ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന പോലെ ഒരു ഡ്രെയിൻ ബോൾട്ട് ഒരിക്കലും ടൈറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടൂൾസ് യൂസ് ചെയ്യാവൂ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രോസ് ത്രെഡ് ആവുന്നത് തടയാൻ പറ്റും. അടുത്തതായി നമുക്ക് സക്ഷൻ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഏരിയ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. സക്ഷൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പിനുള്ളിൽ ഒരു ഓറിങ് ഉണ്ട്. അതിന് ഡാമേജ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് റീപ്ലേസ് ചെയ്യണം. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. ക്യാപ്പിന് മുകളിൽ ഫിൽറ്റർ എടുത്ത് വെച്ചിട്ട് ബോൾട്ട് ഇട്ടാൽ മാത്രം മതി. ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓവറായിട്ട് ടൈറ്റ് ചെയ്തത്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൈമറി ഡ്രെയിൻ ബോൾട്ട് കൂടി ടൈറ്റ് ചെയ്യണം. മറക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് കൈ കൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടൂൾസ് യൂസ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. അടുത്തതായി പുതിയ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യും.
ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഓറിങ്സ് രണ്ടും നമുക്ക് ഓയിലിൽ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓറിങ്സ് നല്ലതുപോലെ സീറ്റാവാൻ വേണ്ടിയാണ്. ഓയിൽ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യണ്ട, ഓയിലിൽ ചെറിയൊരു മയം മാത്രം മതി. ഓയിൽ ഫിൽറ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ സിമ്പിളാണ്. ഓറിങ്, ദെൻ ഫിൽറ്റർ, ദെൻ ഓറിങ്, ആ ഒരു രീതിയിൽ വെച്ച് ഫിൽറ്റർ ക്യാപ്പ് അടച്ചാൽ മാത്രം മതി. ആദ്യത്തെ ഓറിങ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഓറിങ് പ്രോപ്പറായി സീറ്റായി എന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞാൽ ഫിൽറ്റർ വയ്ക്കാം. ഫിൽറ്റർ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളിത് പ്രീഫിൽ ചെയ്യാൻ എളുപ്പമുള്ള ഫിൽറ്റർ ആണെങ്കിൽ തീർച്ചയായും പ്രീഫിൽ ചെയ്യുക. എൻഫീൽഡിൻ്റെ ഫിൽറ്ററിന് ഈ ഒരു മെറ്റൽ ഷീൽഡ് ഉള്ളതുകൊണ്ട് പ്രീഫിൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പറ്റില്ല എന്നല്ല, പാടാണ്. നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ഈ ഫിൽറ്റർ ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ച് ഒരു 2 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രീഫിൽ ചെയ്യാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓയിൽ ഈ ഫിൽറ്ററിൽ വന്ന് നിറഞ്ഞതിന് ശേഷം മാത്രമേ എഞ്ചിൻ്റെ ബാക്കി പാർട്സിലേക്ക് പോകും. അപ്പോൾ അത്രയും ടൈം ആ പാർട്സ് ഓയിലില്ലാതെ വർക്ക് ചെയ്യും. അത് എഞ്ചിൻ വേറെ കൂട്ടും. അത് ഒഴിവാക്കാനാണ് പ്രീഫിൽ ചെയ്യുന്നത്. ഇനി അവസാനത്തെ ഓറിങ് ഇതുപോലെ വെച്ച് നമുക്ക് ഫിൽറ്റർ ക്യാപ്പ് അടച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഓയിൽ ഫില്ല് ചെയ്താൽ മാത്രം മതി. സോ അതിനായി ആദ്യം ഫില്ലർ ക്യാപ്പ് അഴിക്കണം. ഫില്ലർ ക്യാപ്പ് അഴിക്കാനായി ഞാനിവിടെ പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. പ്ലെയർ യൂസ് ചെയ്യുമ്പോൾ ഒരു തുണി വെച്ച് ക്യാപ്പ് മൂടിയിട്ട് വേണം ക്യാപ്പ് അഴിക്കേണ്ടത്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്യാപ്പ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഫില്ലർ ക്യാപ്പ്. ഇനി ഈ ഹോളിലേക്ക് നമുക്ക് ഫണൽ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഓവർ ഫില്ല് ചെയ്യരുത്. നിങ്ങളുടെ വണ്ടിക്ക് എത്ര ഓയിൽ വേണമെന്നുള്ളത് വണ്ടിയുടെ ഓണേഴ്സ് മാനുവലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ എഞ്ചിനിൽ ലെവൽ ചെക്ക് ചെയ്യാൻ ഒരു വിൻഡോ ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ നോക്കിയാൽ വണ്ടിയുടെ ഓയിൽ ലെവൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിലെ മാക്സിമം മാർക്കിനപ്പുറം ഓയിൽ ഫില്ല് ചെയ്യരുത്. അതുപോലെ തന്നെ വണ്ടി നേരെ ഇരിക്കുമ്പോൾ മാത്രമേ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാവൂ. ഓയിൽ ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലർ ക്യാപ്പ് അടയ്ക്കാം. നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും വണ്ടി റേസ് ചെയ്യരുത്. കാരണം ഓയിൽ ഇപ്പോൾ എഞ്ചിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. ഇത് സർക്കുലേറ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ എഞ്ചിൻ്റെ പല പാർട്സും ഓയിൽ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ടൈമിൽ റേസ് ചെയ്യുന്നത് എഞ്ചിൻ്റെ തേയ്മാനം കൂട്ടത്തേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ലെവൽ കുറയുന്നതായി കാണാം. അത് വേറൊന്നുമല്ല, എഞ്ചിൻ സ്റ്റാർട്ടായപ്പോൾ ഓയിൽ പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ്. ഓയിൽ ലെവൽ കുറഞ്ഞതുകൊണ്ട് നമുക്കതൊന്ന് പ്രോപ്പർ ലെവലിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിലെല്ലാം നമ്മൾ പ്രോപ്പർ ലെവലിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ വണ്ടി കുറച്ചുകൂടെ ഓടിച്ചിട്ട് വരാം. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് ഞാൻ ആദ്യമായി ലിക്വിഡ് ഗണ്ണിൽ നിന്ന് മോട്ടോറിലേക്ക് മാറിയതിൻ്റെ ഡിഫറൻസ് ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ഓടിക്കുന്നതാണ്. ഞാൻ കുറച്ച് നല്ല ദൂരം വണ്ടി ഓടിച്ച് നോക്കി. വണ്ടി നല്ല സ്മൂത്താണ്. ലിക്വിഡ് ഗൺ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് മോട്ടോറിന്. ഓയിൽ ചേഞ്ചിന് ശേഷം വണ്ടി കുറച്ച് ദൂരം ഓടിയതിന് ശേഷം വണ്ടിയുടെ ഡ്രെയിൻ ബോൾസിൽ നിന്ന് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ലീക്ക് മാറിക്കൊള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രെയിൻ ചെയ്ത പഴയ എഞ്ചിൻ ഓയിൽ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള ഒരു എഞ്ചിൻ ഓയിൽ ചേഞ്ചിൻ്റെ പ്രോസസ്സുകൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, give this video a thumbs up, and if you're not a subscriber, think about subscribing.